കടന്നലിന്റെ കുത്തും ശരീരത്തിന്റെ രോഗവും അതിനേക്കാളൊക്കെ വലിയ സംഗതി, അതാ കടന്നലിന്റെ കുത്തിനേക്കാൾ വലിയ സംഗതി റുമ്മാമ്പഴം തിന്നണമെന്ന ആശയാണ് കേട്ടോ. അതിന്റെ പുറമെ ഞാൻ പറയട്ടെ, നിങ്ങൾ അതാ നിങ്ങളുടെ ആശക്കനുസരിച്ച് നീങ്ങാൻ ഒരുങ്ങിയപ്പോ നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് കടന്ന ആളല്ലേ. അതുകൊണ്ട് അല്ലാഹു തആല എല്ലാ മധുരമുള്ളതും പുളിക്കുന്നതാക്കി തന്നതാണ്. നിങ്ങളുടെ ശരീരത്തോട് മത്സരിച്ചല്ലേ ജീവിക്കേണ്ടത്. അതിന് പകരം നിങ്ങൾ നീങ്ങിയ രൂപം അത് ശഹ്വത്തിന് വേണ്ടി അടിമപ്പെടുന്ന രൂപത്തിലേക്ക് നീങ്ങിയപ്പോ എല്ലാ മധുരമുള്ള പഴവും അല്ലാഹു നിങ്ങൾക്ക് പൊളിപ്പിച്ചതാണ് കേട്ടോ. ഇതാ ചെറുപ്പക്കാരനെന്ന് പറഞ്ഞപ്പോ ഞാൻ വരുന്ന വഴിക്ക് റുമ്മാൻ പഴം ആശിച്ചതും എനിക്ക് പുളിക്കുന്നത് കിട്ടിയതും ഒക്കെ ഇവിടെ കിടക്കുന്ന ഈ വ്യക്തി അറിഞ്ഞല്ലോ. ഞാനത് കേട്ടപ്പോൾ മറിഞ്ഞങ്ങ് വീണു. ഞാൻ ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ വലിയ മഖാമുള്ള ആളല്ലേ, വലിയ സ്ഥാനമുള്ള ആളല്ലേ, നിങ്ങൾക്ക് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ, നിങ്ങളെ ഈ രോഗമൊന്ന് മാറാൻ, ഈ കടന്നലൊന്ന് നീങ്ങാൻ? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയായി ഇബ്രാഹിം മുതസദ്ദിഫുൻ ഫിൽ അബീദി യഹ്കുമു അലൈഹിം ബിമാ യശാഉ വയഫ്അലു ബിഹിം മാ യുരീദു ഫകം നബീദുൻ സാബിരീന ലിബലായിഹി റാളീന ബിഖളായിഹി വല്ലാഹി യാ ഇബ്രാഹിം ലൗ ഖതഅനി ഇറബൻ മസ്ദത്തു ഫീഹി ഇല്ലാ ഹുബ്ബാ. അവൻ ആര്? അല്ലാഹു ജല്ല ജലാലുഹു. ഔലിയാക്കൾ സാലിഹീങ്ങൾ അവരുടെ മനസ്സിൽ അവൻ തന്നെയല്ലേ, അത് തന്നെയല്ലേ. അവര് ചൊല്ലിയില്ലേ, അല്ലാഹുവിലേക്ക് അവരെ മനസ്സ് തിരിഞ്ഞപ്പോൾ അവര് ചൊല്ലിയില്ലേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ഖുർആനിൽ തന്നെ അവനെ കുറിച്ച് പറഞ്ഞതല്ലേ എന്നത്. അത് തന്നെയല്ലേ സഹോദരന്മാരെ മഹാന്മാര് പറഞ്ഞത്. അറിയണം, അല്ലാഹു തആല ഈ പറയണം, ഹയ്യ്, അവനെന്നും ഹയാത്തുള്ളവനാണ്. മഹാന്മാരെ ദിക്ർ കേട്ടിട്ടില്ലേ നിങ്ങൾ? അദ്ദേഹം പറയുകയാണ്, അല്ലാഹു തആല ഓ ഇബ്രാഹിമേ, അവൻ മുതസർരിഫുൻ ഫിൽ അബീദി യഹ്കുമു അലൈഹിം ബിമാ യശാഉ. അവൻ അടിമകളിൽ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്ന രാജാവാണ്. വയഫ്അലു ബിഹിം മാ യുരീദു. അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന രാജാവാണ്. ഫകം അബീദിൻ മുസാബിരീന ലിബലായിഹി റാളീന ബിഖളായിഹി. എന്ത് മുസീബത്ത് വന്നാലും ക്ഷമിക്കുന്ന എത്ര അടിമകളാണ് ആ രാജാവിന്. ആ രാജാവിന്റെ തീരുമാനം തൃപ്തിപ്പെടുന്ന എത്ര അടിമകളാണ് ആ രാജാവിന്. വല്ലാഹി യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം അദ്ഹമേ, വല്ലാഹി ഞാൻ പറയട്ടെ, ലൗ ഖതഅനി ഇറബൻ മസ്ദത്തു ഫീഹി ഇല്ലാ ഹുബ്ബാ. ഞാൻ പ്രിയം വെക്കുന്ന രാജാവിന് എന്റെ മനസ്സ്, എന്റെ ശരീരം, എന്റെ കൈ, എന്റെ കാല്, എന്റെ കണ്ണ്, എന്റെ നാക്ക്, എന്റെ മനസ്സ്, എന്റെ സമ്പത്ത് എല്ലാം അർപ്പിക്കുന്ന ഞാൻ, എന്റെ പ്രിയപ്പെട്ട രാജാവിനെ പ്രിയം വെക്കുന്ന ഞാൻ, ആ രാജാവ് എന്നെ കഷ്ണം കഷ്ണമാക്കി നുറുക്കിയാൽ മസ്ദത്തു ഫീഹി ഇല്ലാ ഹുബ്ബാ. എന്റെ കൽബിൽ ആ രാജാവിനോട് സ്നേഹം വർദ്ധിക്കുകയല്ലാതെ എന്റെ രാജാവായ റബ്ബിനോട് എനിക്ക് കംപ്ലൈന്റ് ഇല്ല. ഓ സഹോദരന്മാരെ, ആ രാജാവിനെ പ്രിയം വെച്ച് ജീവിക്കുന്നവരല്ലേ അവന്റെ അടിമകൾ. ആ അടിമകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറുകൾ എത്രയാണ്. അതല്ലേ ലഹും ദറജാത്ത്. അവർക്ക് വലിയ ദറജകളാണ്. ആ ദറജകൾ എത്രയെത്ര സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തും. ഒരു ചെറിയ ചരിത്രം കൂടി പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇബ്രാഹിമുൽ ലാജുരി എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം അതാ ഒരു സ്ഥലത്ത് വെച്ച് ചൂള വെക്കുകയാണ്. ചൂളക്ക് തീ കൊടുത്തുകൊണ്ട് ചൂള വെക്കുകയാണ്. അവിടത്തേക്ക് ഒരു യഹൂദി ഇങ്ങോട്ട് വന്നു. ആ യഹൂദി വന്നിട്ട് അതാ അദ്ദേഹത്തോട് ഇബ്രാഹിം അൽ ലാജുരി എന്ന് പറയുന്ന ചൂള വെച്ചിട്ട് ഇഷ്ടിക ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. ആ ചൂളയുടെ പണിയെടുക്കുന്ന വലിയാണ്. ചൂളയുടെ പണിയെടുത്ത് ജോലിയെടുത്ത് ജീവിക്കുന്ന വലിയാണ് ഇബ്രാഹിമുൽ ലാജുരി. ആ ഇബ്രാഹിമുൽ ലാജുരി തങ്ങളടുക്കലേക്ക് ഒരു യഹൂദി ഇങ്ങോട്ട് വന്നു. യഹൂദി വന്നപ്പോ, ബഹുമാനപ്പെട്ടവര്, ഇതിന് ചൂളക്ക് തീ കൊടുക്കാൻ പോകുന്ന സമയമാണ്.
ആ സമയത്ത് ഈ യഹൂദി വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അസ്ലിം, എടോ നീ മുസ്ലിമാകൂ, നീ ഇസ്ലാം മതം സ്വീകരിച്ചോ, നല്ലതാണ്. ഫലാ തദ്ഖുലിൻ നാർ, നീ തീയിൽ കടന്നു പോണ്ട, നീ നരകത്തിൽ കടന്നു പോണ്ട. ചൂള വെക്കുന്ന കേട്ടില്ലേ, നീ ചൂള വെക്കുന്ന കേട്ടില്ലേ? ഈ തീ സഹിക്കാൻ കഴിയോ? എങ്കിൽ ഇതിന്റെ എത്ര ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിലെ തീ. നീ ഈമാൻ കൊണ്ടോ, നീ മുസ്ലിമായിക്കോ. ഫഖാലൽ യഹൂദിയു, അപ്പൊ യഹൂദി പറഞ്ഞു, അനവാൻ തലാബുദ്ദ അൻ നദ്ഖുലഹാ ലിഅന്നകും തഖറഊന ഫീ കിതാബികും വഇൻമിൻകും ഇല്ലാ വാരിദുഹാ. ഇബ്രാഹിമുൽ ലാജുരി, നിങ്ങൾ ഞാൻ നരകത്ത് കടക്കുമെന്ന് പറയാൻ നിങ്ങൾ ഖുർആനിലില്ലേ? വഇൻമിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങൾ എല്ലാവരും നരകത്ത് കടക്കുന്നില്ലേ ഖുർആനിൽ? എല്ലാവരും നരകത്ത് കടക്കുന്നു ഖുർആനിലില്ലേ? സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണ്? നരകത്തിന്റെ മേലെ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം കൊണ്ടുവന്ന് വെക്കും. ആ പാലത്തിന്റെ മേലെ കടന്നു പോകാതെ ഒരാൾക്കും നിർവാഹമില്ല. അതിനെപ്പറ്റി പറഞ്ഞതാണത്. എല്ലാവരും കടക്കേണ്ടി വരും. അത് മിന്നൽ വേഗതയിൽ കടക്കുന്നവരുണ്ട്, കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, ലൈറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. എല്ലാവരും നരകത്തിന്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്ന പാലത്തിന്റെ മേലെ കൂടി കടന്നു പോകണമല്ലോ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വഇൻമിൻകും ഇല്ലാ വാരിദുഹാ, ഏതൊരാളും നരകത്തിലൂടെ അങ്ങ് കടന്നു പോകണം. നരകത്തിൽ എല്ലാവരും കടക്കേണ്ടി വരും. പക്ഷേ ഇവിടെ മഹാന്മാർക്ക് പ്രശ്നമില്ല. അവര് വളരെ ഡയറക്റ്റ്, വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നതാണ്. അവർക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യഹൂദി ചോദിക്കാണ്, അല്ല ഇബ്രാഹിമേ, നിങ്ങൾ എന്നോട് പറയുന്നു മുസ്ലിമായ നരകത്ത് കിടക്കൂലെന്ന്. നിങ്ങളെ ഖുർആനിലെ എല്ലാവരും കിടക്കും, നിങ്ങളും കിടക്കും, ഞാനും കിടക്കും. അപ്പൊ ഇബ്രാഹിം ലാദുരി പറഞ്ഞു, എന്നാൽ ഇബ്രാഹിം ലാദുരിയോട് യഹൂദി ഒന്നും കൂടി പറഞ്ഞു, ഇനി അല്ല, നിങ്ങളൊരു വലിയ പണ്ഡിതനും മഹാനുമായിട്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ഇസ്ലാമിന്റെ യോഗ്യത, ഇസ്ലാമിന്റെ മഹത്വം, അത് കാണുന്ന ഒരു സംഗതി, അത് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരൂ. നിങ്ങളെ ഇസ്ലാമിന്റെ മഹത്വം ഞാനൊന്ന് കാണട്ടെ, നിങ്ങളൊന്ന് എനിക്ക് പ്രകടിപ്പിച്ചു തരൂ. ഇബ്രാഹിം ലാജുരി തങ്ങൾ പറഞ്ഞു, നിന്റെ തട്ടമിങ്ങ് കൊണ്ടുവാ, നിന്റെ മേത്തട്ടമിങ്ങ് കൊണ്ടുവാ, മേത്തട്ടമിങ്ങ് കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ആ യഹൂദിയോട് മേത്തട്ടമിങ്ങ് വാങ്ങി. മേത്തട്ടം വാങ്ങിയിട്ട് എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ടവര് ആ യഹൂദിയുടെ മേത്തട്ടം വാങ്ങിയിട്ട് മൂപ്പരെ മേത്തട്ടം ഇങ്ങോട്ട് എടുത്തു. ഇബ്രാഹിം ലാജുരി മേത്തട്ടം എടുത്തു. രണ്ടും കൂടി ഒന്നിങ്ങോട്ട് ചുരുട്ടി. രണ്ടും കൂടി ചുരുട്ടിയിട്ട് എന്താ ചെയ്തത് എന്നറിയോ? അതാ ഭയങ്കര തീ കത്തുകയാണ് ചൂളയിൽ. ആ ചൂളയിലേക്ക് ഈ മേത്തട്ടം രണ്ടും വലിച്ചെറിവ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ തീയിലിങ്ങനെ കത്തുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞു ചൂളയിൽ നന്നായിട്ട് ഇങ്ങനെ തീ കത്തുകയാണ്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം അതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ലാജുരി റളിയല്ലാഹു അൻഹു ഈ ചൂളയുടെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു. തീ ഇങ്ങനെ കത്തുമ്പോ ചൂളയുടെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു. എന്നിട്ട് ആ രണ്ട്